തൃശൂർ ചാവക്കാട് കടപ്പുറത്ത് കടൽക്ഷോഭം റിപ്പോർട്ട് ചെയ്യാനെത്തിയ വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായി. കടൽക്ഷോഭത്തിന്റെ ദൃശ്യം പകർത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ കയ്യേറ്റത്തിനായി ആളുകൾ എത്തിയത്, അക്രമി സംഘം എത്തിയത്. MS ലിഷോയ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. ലിഷോയ്, രണ്ടുപേരുടെ പേരടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഈ രണ്ടംഗ സംഘമാണോ? ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ചാലുകൾ വരും ഇവിടെ, പറ്റൂല, സമ്മതിക്കൂല, വീഡിയോ എടുക്കരുത്. ഞങ്ങൾ വീഡിയോ എടുക്കരുത് പറഞ്ഞു, ഞങ്ങൾ വീഡിയോ എടുക്കണ്ട, വീഡിയോ എടുക്കാൻ പറ്റൂലെന്ന് അറിയില്ലേ? ഞങ്ങൾ പൈക്കോന്നറിയില്ലേ? മൊബൈലായിട്ട് പൈക്കോ, ഞങ്ങൾ പൈക്കോന്ന് പറയണേ. ഞങ്ങൾ ഇവിടെ ദുരക്കൊല്ലേ, ഇതിനെന്താ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? ഈ വീഡിയോ എടുക്കണേ നിങ്ങൾ എന്നെ ചെയ്യാൻ പറ്റുമോ? ചാലുകൾ കുറെ ചാലുകൾ വരും ഇവിടെ, പറ്റൂല, സമ്മതിക്കൂല, വീഡിയോ എടുക്കരുത്. ഞങ്ങൾ വീഡിയോ എടുക്കരുത് പറഞ്ഞു, ഞങ്ങൾ വീഡിയോ എടുക്കണ്ട. ലിഷോയുണ്ട് വിശദാംശങ്ങളുമായി. ലിഷോ, ഈ കടൽക്ഷോഭത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരുന്ന ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുടെ ജോലി തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കയ്യേറ്റ ശ്രമങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ചാവക്കാട് പോലീസിൽ പരാതി നൽകിയെന്നറിയുന്നു. എന്തെങ്കിലും നടപടിയായോ? നാളെ മൊഴിയെടുത്ത ശേഷമായിരിക്കും ഇക്കാര്യങ്ങളിൽ കൂടുതൽ നടപടികൾ ഉണ്ടാവുക. ഇന്ന് വൈകുന്നേരം 5 മണിയോടെയായിരുന്നു മുനക്കക്കടവ് ഇക്ബാൽ നഗറിനടുത്ത് കടൽ തീരത്ത് വെച്ച് ഈ സംഭവം ഉണ്ടായത്. കടൽക്ഷോഭം ഈ മേഖലയിൽ കുറെ നാളുകളായി ഉണ്ട്. അതായത് എല്ലാ വർഷക്കാലത്തും അതുപോലെ തന്നെ കടൽ പ്രക്ഷുബ്ധമാകുന്ന സമയങ്ങളിലൊക്കെ തന്നെ തീരത്തേക്ക് വലിയ തോതിൽ കടലടിച്ചു കയറി നാശനഷ്ടം ഉണ്ടാക്കാറുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്യാനായി എത്തിയതായിരുന്നു ഒരു അവിടുത്തെ, അതായത് ഈ ചാവക്കാട് ഗുരുവായൂർ മേഖലയിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകയായ പാർവതി. അതിനിടയിലാണ് ഒരു സംഘം ആളുകൾ അവിടേക്ക് എത്തി വീഡിയോ എടുക്കാൻ പാടില്ല, കടൽ വീഡിയോ എടുക്കാൻ പാടില്ല, കടൽക്ഷോഭം വീഡിയോ എടുക്കാൻ പാടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പാർവതിക്ക് നേരെ തട്ടിക്കയറുന്നത്. പിന്നീട് മൊബൈൽ പിടിച്ചു വാങ്ങുകയും കയ്യേറ്റ ശ്രമം ഉണ്ടാവുകയും ചെയ്തു. ഇതോടെ ബഹളം കേട്ട് സ്ഥലത്തുണ്ടായിരുന്ന മറ്റു ചിലർ അവിടേക്ക് എത്തുകയും ചെയ്തു. അവർ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാനായുള്ള ശ്രമം നടത്തി. പക്ഷേ അതേസമയം തന്നെ ഈ കയ്യേറ്റം ചെയ്യാൻ ശ്രമം നടത്തിയ ആളുകൾ അവിടെ തന്നെ നിൽക്കുകയും പിന്നീട് അതൊരു സംഘർഷത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് എത്തുകയും ചെയ്തു. പിന്നീട് പോലീസ് എത്തിയാണ് ഈ സംഭവത്തിൽ ഒരു നീക്കുപോക്കാകുന്നത്. പോലീസ് എത്തിയാണ് മൊബൈൽ ഫോൺ തിരികെ വാങ്ങി നൽകുന്നതും. അതിനോടൊപ്പം തന്നെ പിന്നീട് ഈ മാധ്യമപ്രവർത്തകയിൽ നിന്ന് പരാതി നൽകാൻ ആവശ്യപ്പെടുകയും പിന്നീട് ഈ പരാതിയിന്മേൽ നടപടി ഉണ്ടാകുമെന്ന ഒരു ഉറപ്പിന്മേലാണ് പിന്നീട് അവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോകുന്നത്. ശരി, MS ലിഷോയാണ് വിശദാംശങ്ങൾ നൽകിയത്. പാർവതിയുടെ മൊഴി നാളെ രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും കൂടുതൽ വിശദാന്വേഷണങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശദാംശം.